ഹായ് ഓൾ, എല്ലാവർക്കും അനന്ത ഐ എസിന്റെ സ്പോട്ട് ലൈറ്റ് സീരീസിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിത്ത് റെഫറൻസ് ടു ദ സർക്കംസ്റ്റൻസസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ, ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ അഗ്രികൾച്ചർ assumes significance. Which one of the following fall under the conservation agriculture? Avoiding the monocultural practices, adopting minimum tillage, avoiding the cultivation of plantation crops, using crop residues to cover soil surface, adopting spatial and temporal crop sequencing or crop rotations. സോ നമുക്ക് കൺസർവേഷൻ അഗ്രികൾച്ചർ ഇതിന്റെ ലോജിക്കൽ വേയിൽ എങ്ങനെ റീസൺ ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഈ കൺസർവേഷൻ അഗ്രികൾച്ചറിൽ നിന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സംതിങ് പോസിറ്റീവ് എന്നുള്ള ഒരു ഇൻസൈറ്റ് കിട്ടും. എന്തോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺസർവേഷൻ പ്രാക്ടീസ് ആയിരിക്കാം ഇത് എന്നുള്ള ഒരു അസംഷൻ നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, എല്ലാം കുറച്ച് പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന്, മോണോകൾച്ചറൽ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുക, മിനിമം ടില്ലേജ് അവോയ്ഡ് ചെയ്യുക, മിനിമം ടില്ലേജ്, പിന്നെ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് അവോയ്ഡ് ചെയ്യുക, പിന്നെ സോയിൽ ക്രോപ്പ് റെസിഡ്യൂസ് കൊണ്ട് സോയിൽ കവർ ചെയ്യുക, പിന്നെ അഡോപ്റ്റിംഗ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ്. അങ്ങനെ ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തോന്നും ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ. എന്നിട്ട് നമ്മൾ ഓപ്ഷൻസിലോട്ടേക്ക് നോക്കുക. ഇതിൽ എവിടെയും ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. സോ അതല്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ആണ്. അതായത് ഒരു സ്പെസിഫിക് തീമിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏതെങ്കിലും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. കാരണം ഇതിൽ ഓപ്ഷൻസിൽ ഇങ്ങനെ ഇപ്പം 3 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്, അതായത് 1, 3, 4, 2, 3, 4, 5 ശരിയാണ്, 2, 4, 5 ശരിയാണ്, അങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. സോ ഇതുപോലെ ഒരു ഗ്രൂപ്പിംഗ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മോണോകൾച്ചറൽ പ്രാക്ടീസസ് അവിടെ വെക്കുക. പിന്നെ രണ്ടാമത്തേത് അഡോപ്റ്റിംഗ് മിനിമം ടില്ലേജ്. ഓക്കെ, മിനിമം ടില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോയിലൊക്കെ പൊടിക്കുക, അതിന്റെ ഈ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടില്ലേജ് എന്ന് പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഉഴുതുമറിക്കുക എന്ന് പറയില്ലേ. ആൻഡ് മൂന്നാമത്തേത് അവോയ്ഡിങ് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഓക്കെ, പ്ലാന്റേഷൻ ക്രോപ്സിന്റെ കൾട്ടിവേഷൻ കുറയ്ക്കുക. നാലാമത്തത് ക്രോപ്പ് റെസിഡ്യൂസ്, യൂസിങ് ക്രോപ്പ് റെസിഡ്യൂസ് ടു കവർ സോയിൽ സർഫേസ്. ഓക്കെ, സോയിൽ സർഫേസിന്റെ മുകളിൽ ക്രോപ്പ് റെസിഡ്യൂസ് കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മിനിമം ടില്ലേജും ക്രോപ്പ് റെസിഡ്യൂസും ഈ ഒരു പോയിന്റ് തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു തീമാണ് സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫിഫ്ത്ത് വൺ, അഡോപ്റ്റിംഗ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് ഓർ ക്രോപ്പ് റൊട്ടേഷൻ. ഈ സ്പേഷ്യൽ സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ ആ പ്ലോട്ടിന്റെ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുക. അതായത് ഒരു സ്ഥലത്ത് നെല്ലാണെങ്കിൽ മറ്റേ സ്ഥലത്ത് പയറ്, അങ്ങനെ ഓരോ സീസൺസിലും പ്ലോട്ടിന്റെ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കൃഷി ചെയ്യുന്നതിനെയാണ് സ്പേഷ്യൽ സീക്വൻസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ്. ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൃഷി ചെയ്യുന്നതിനെയാണ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിഫ്ത്ത് വൺ ഓൾസോ നമുക്ക് അറിയില്ല ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നമുക്കിപ്പോൾ 2 and 4 എന്ത് കിട്ടി? നമുക്കൊരു സെയിം തീമിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് നമുക്ക് കിട്ടി. നമ്മൾ നോക്കുക 2 and 4 വരുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ. ആൻഡ് ബി ആൻഡ് സി എടുത്താൽ രണ്ടിലും 2 and 4 വരുന്നുണ്ട്. വേറെ എയിലും ഡിയിലും നമുക്ക് 2 and 4 കാണാൻ പറ്റുന്നില്ല. സോ ബിയും സിയും എടുത്താൽ 2, 3, 4, 5 2, 4, 5 ആണ്. ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന ഏതാ? 5 ആണ്. അപ്പൊ 5 എന്തായാലും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അഡോപ്റ്റിംഗ് ദ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്രോപ്പ് സീക്വൻസിങ് ഓർ ക്രോപ്പ് റൊട്ടേഷൻസ്, അത് ശരിയായിരിക്കും. ദെൻ ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? 3 വരുമോ എന്നാണ്. 3 എന്ന് പറഞ്ഞാൽ എന്താ? അവോയ്ഡിങ് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. നമുക്ക് അറിയില്ല ഈ പ്ലാന്റേഷൻ ക്രോപ്സും സോയിൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. സോ 3 വരില്ല. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, 2, 4, 5 ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കണം.
ആൻഡ് ഇതിന്റെ ഫാക്ച്വൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ലോജിക്കലി എങ്ങനെയാ റീസൺ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫാക്ച്വൽ പാർട്ടിലോട്ടേക്ക് വരുമ്പോൾ കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ കൺസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ മെത്തേഡിനെയാണ് കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് സോയിലിന്റെ സ്ട്രക്ചർ സൂക്ഷിക്കുക ആൻഡ് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ് ഇൻക്രീസ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഈ കൺസർവേഷൻ അഗ്രികൾച്ചറിൻ്റെ. സോ അതുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 5 ആണ്. സോ അങ്ങനെ നമുക്ക് ആൻസറിൽ എത്താം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസൽ ഭീമ യോജന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു പ്രധാൻ മന്ത്രി ഫസൽ ഭീമ യോജന, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അണ്ടർ ദിസ് സ്കീം, ഫാമേഴ്സ് വിൽ ഹാവ് ടു പേ എ യൂണിഫോം പ്രീമിയം ഓഫ് ദ 2% ഫോർ എനി ക്രോപ്പ് they cultivate in any season of the year. This scheme covers post-harvest losses arising out of cyclones and unseasonal rains. ആദ്യം നമുക്കിത് ലോജിക്കലി എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സ്കീം ഫാമേഴ്സ് വിൽ ഹാവ് ടു പേ യൂണിഫോം പ്രീമിയം ഓഫ് 2% ഫോർ എനി ക്രോപ്പ് ദേ കൾട്ടിവേറ്റ് ഇൻ എനി സീസൺ. അതായത് ഏത് സീസണിലും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതൊരു ക്രോപ്പിനും സെയിം യൂണിഫോം പ്രീമിയം ആണ് ഈ കർഷകർ കൊടുക്കേണ്ടത്. ആ ഒരു യൂണിഫോം പ്രീമിയം ഫോർ എനി ക്രോപ്പ് എനി സീസൺ, അതിൽ തന്നെ ആ ഒരു എക്സ്ട്രീമിറ്റി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് യൂണിഫോം പ്രീമിയം എന്താണെന്ന് ഒന്നും അറിയില്ല, ബട്ട് ആ ഒരു നിങ്ങൾക്ക് കുറച്ച് ഇവിടെ എന്താ പറയാ എക്സ്ട്രീം ഇൻസ്റ്റൻസസ് കാണാം. അതായത് യൂണിഫോം പ്രീമിയം, എനി ക്രോപ്പ്, എനി സീസൺ, അങ്ങനെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ദിസ് സ്കീംസ് കവേഴ്സ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് അറൈസിങ് ഔട്ട് ഓഫ് സൈക്ലോൺസ് ആൻഡ് അൺസീസണൽ റെയിൻസ്. ഈ ഫസൽ ബീമ യോജന എന്ന് പറഞ്ഞാൽ കർഷകർക്ക് സബ്സിഡി നൽകുന്നതാണ് എന്നുള്ള ആ ഒരു മിനിമം അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സ്കീമാണെന്നുള്ള മിനിമം അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാം. അതായത് സംതിങ് പോസിറ്റീവ് ആണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എക്സ്ട്രീം ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ B2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ടേക്ക് എത്താം. സോ അതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിന്റെ ഫാക്ച്വൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ PM ഫസൽ ബീമ യോജനയുടെ എയിം എന്ന് പറഞ്ഞാൽ തന്നെ കർഷകർക്ക് സബ്സിഡി കൊടുക്കുക. അതായത് കൃഷിക്ക് നാശനഷ്ടം വരുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഈ PM ഫസൽ ബീമ യോജനയുടെ വൺ ഓഫ് ദ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കി എടുക്കാം. അതായത് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് അറൈസിങ് ഔട്ട് ഓഫ് സൈക്ലോൺസ് ആൻഡ് അൺസീസണൽ റെയിൻസ്, അതിന് ഫണ്ട് ചെയ്യുക, ആ ലോസിനെ ഫണ്ട് ചെയ്യുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ കമ്മിങ് ടു ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ യൂണിഫോം പ്രീമിയം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു കർഷകൻ 100 രൂപയ്ക്കാണ് കൃഷി ഇറക്കുന്നതെന്ന് കരുതുക. ഒരു ക്രോപ്പ് ഒരു കർഷകൻ 100 രൂപയ്ക്ക് കൃഷി ചെയ്യുകയാണ്. ആൻഡ് ഗവൺമെന്റ് പറയാണ് അതിന് നിങ്ങൾ അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 2% ആണ്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് വിളവ് ഇറക്കുന്ന കർഷകൻ 2 രൂപ കർഷകൻ തന്നെ കൊടുക്കണം. ആൻഡ് ബാക്കി 98 രൂപയാണ് കർഷകന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും സബ്സിഡി ആയിട്ട് കിട്ടുക. അതിനെയാണ് ഈ യൂണിഫോം പ്രീമിയം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് കർഷകന്റെ കോൺട്രിബ്യൂഷനെയാണ് യൂണിഫോം പ്രീമിയം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഓരോ വിളകൾക്കും, അതായത് ഓരോ സീസണിലുള്ള വിളകൾക്ക് ഡിഫറെൻ്റ് ആണ്. റാബിക്ക് ഡിഫറെൻ്റ് ആണ്, ഖാരിഫിന് ഡിഫറെൻ്റ് ആണ്, അതുപോലെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന് ഡിഫറെൻ്റ് ആണ്. ഈ ഖാരിഫ് ക്രോപ്സിന് ഐ തിങ്ക് 1.5% ആണ് ഈ പ്രീമിയം എന്ന് പറയുന്നത്. ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന് അത് 5% ആണ്. അങ്ങനെ ഓരോ സീസണിലും വരുന്ന ക്രോപ്സിന് അത് ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫാക്ച്വൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് B ആൻസർ ആയിട്ട് കിട്ടി. ആൻഡ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ provisions made under the National Food Security Act 2030, consider the following statements. The families coming under the category of
below poverty line only are eligible to receive subsidized food grains. The eldest women in the household of age 80 years or above shall be the head of the household for the purpose of the issuance of a ration card. 3. Pregnant women and lactating mothers are entitled to take a home ration of 1,600 calories per day during pregnancy and or 6 months thereafter. Which of the statements given above are correct? ആദ്യം നമുക്കിത് ലോജിക്കലി എങ്ങനെയാ റീസൺ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, the families coming under the category of below poverty line only are eligible to receive subsidized food grains. നിങ്ങൾ പണ്ടുള്ള APL BPL സ്കീമിനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വൺ സെയിം ആയിട്ട് ശരിയാക്കി എടുക്കും. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യം അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫസ്റ്റ് വൺ നിങ്ങൾ ഒബ്വിയസ്ലി തെറ്റായിട്ട് എടുക്കും. ആൻഡ് ഈ ഓൺലി എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്ട്രീം ഇൻസ്റ്റൻസ് ആണ്. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാക്കി എടുക്കാം. Then second statement, the eldest women in the household of age 80 years or above shall be the head of household for the purpose of issuance of ration card. ഇത് സംതിങ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വീട്ടിലെ എൽഡർ ആയിട്ടുള്ള വിമനാണ് എന്ത് ഈ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. ആ വിമന്റെ പേരിലാണ് നമ്മുടെ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുക. ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള എന്നാൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അത് എന്താ പറയാ 100% ശരിയാവാനാണ് സാധ്യത കൂടുതൽ. UPSC അങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും കറക്റ്റ് ആയിരിക്കും. ദെൻ തേർഡ് വൺ, pregnant women and lactating mothers are entitled to take home ration of 1,600 calories per day. ഈ 1,600 അതൊരു നമ്പറാണ്. നമുക്കറിയില്ല അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ. പിന്നെ ഈ 1,600 കലോറി എന്ന് പറയുന്നത് കുറച്ചൊരു ബിഗ് നമ്പറാണ്. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താക്കിയെടുക്കാം, തെറ്റാക്കിയെടുക്കാം. അങ്ങനെ ഫസ്റ്റും തേർഡും എലിമിനേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഓപ്ഷൻ ബി കിട്ടും. 2 ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. സോ 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ. ആൻഡ് ഇതിന്റെ എന്താ പറയാ ഫാക്ച്വൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിറ്റുവേഷണൽ ആൻഡ് നമ്മുടെ ചുറ്റുമുള്ള അവയർനെസ് അത് നല്ല ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ചുറ്റുപാടിനെ പറ്റിയിട്ട് അവെയർ ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ നപ്സ ആക്ട് 2013 വന്നതിന് ശേഷം നമ്മുടെ PDS സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടായിരുന്നു APL BPL സ്ട്രിക്റ്റ് ബൗണ്ടറി വെച്ചിട്ട് ഈ എന്താ പറയാ നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള റേഷൻ കടയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇന്ന് പല കാർഡുകളും ഉണ്ട്. PHH കാർഡ്, AY കാർഡ്, NPS കാർഡ്, NPNS കാർഡ്, അങ്ങനെ പല ടൈപ്പ് കാർഡുകളുണ്ട്. ഈ PHH കാർഡ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഹോം ഹോൾഡേഴ്സ് ആണ്. അതായത് വളരെ പുവർ ആയിട്ടുള്ള ഹൗസ് ഹോൾഡിന് കൊടുക്കുന്ന കാർഡാണ് PHH കാർഡ്. നിങ്ങളൊരു പിങ്ക് കളറിലുള്ള കാർഡ് കണ്ടിട്ടുണ്ടാവും. ആൻഡ് AAY അന്ത്യോദയ അന്ന യോജന കാർഡ്. ദെൻ NPNS എന്ന് പറഞ്ഞാൽ NPS കാർഡ്. NPS കാർഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡീസിന് അർഹരല്ല ആ കാർഡ് ഹോൾഡേഴ്സ്. ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ സബ്സിഡീസ് അവർക്ക് കിട്ടും. അതാണ് NPS കാർഡ്. ആൻഡ് NPNS കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സബ്സിഡിയും കിട്ടില്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയും കിട്ടില്ല. ഇത് കേരളത്തിലെ സിസ്റ്റമാണ്. ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും ഓരോ കൈൻഡ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. സോ സ്ട്രിക്റ്റ് ആയിട്ടും ഇപ്പം BPL APL എന്നുള്ള ആ ഒരു ഡിവിഷൻ വെച്ചിട്ടല്ല എന്ത് കൊടുക്കുന്നത്, സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നത്. സോ ഒരു അടുത്തുള്ള റേഷൻ കടയിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിനെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് ഉള്ള ആളാണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അയാൾക്ക് തെറ്റാക്കി എടുക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്,
അതും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡൊക്കെ നോക്കിയാൽ അറിയാം, വീട്ടിലുള്ള സ്ത്രീകളാണ്, മുതിർന്ന സ്ത്രീകളാണ് റേഷൻ കാർഡിന്റെ ഹോൾഡർ ആയിട്ട് പേര് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങളുടെ ഒരു സിറ്റുവേഷണൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു അവയർനെസ് വേണ്ടുന്ന ഒരു ഫാക്റ്റാണ്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ 1600 അല്ല, 600 ആണ്. ആൻഡ് 10 to 20 ഗ്രാം പ്രോട്ടീൻ. ഇതാണ് പ്രഗ്നന്റ് വിമന് അതുപോലെ ലാക്ടേറ്റിംഗ് വിമനും പെർ ഡേ ടേക്ക് ഹോം റേഷനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ബി ശരിയാക്കി എടുക്കാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. India has more arable area than China. The proportion of irrigated area is more in India as compared to China. The average productivity per hectare in Indian agriculture is higher than that of China. ആൻഡ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, ബട്ട് ഇത് സിമ്പിളാണ്, നമുക്ക് ലോജിക്കലി ഇത് ഈസിലി സോൾവ് ചെയ്യാം. ഒന്ന്, ഇന്ത്യ ഹാസ് എ മോർ അരേബിൾ ഏരിയ ദാൻ ചൈന. ഈ അരേബിൾ ഏരിയ എന്താണെന്ന് ആദ്യം നിങ്ങൾ അറിയണം. അരേബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സോയിൽ ടിൽറ്റിംഗ് അതൊക്കെ നടക്കുന്ന, എപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സോയിലിന്റെ മുകളിൽ നടക്കുന്ന ഏരിയാസിനെയാണ് അരേബിൾ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ചൈനയ്ക്കാണ് അരേബിൾ ഏരിയ കൂടുതൽ എന്നാണ് പറയുന്നത്. സോറി, ഇന്ത്യക്കാണ് അരേബിൾ ഏരിയ ചൈനയെ അപേക്ഷിച്ച് കൂടുതൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഇന്ത്യയുടെയും ചൈനയുടെയും ആ സൈസ് ഒന്ന് എടുത്തു നോക്കൂ. ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് കൂടുതൽ ആർക്കാണ്? ചൈനയ്ക്കാണ്. സോ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആർക്കായിരിക്കും അരേബിൾ ഏരിയ കൂടുതൽ? ചൈനയ്ക്കായിരിക്കും കൂടുതൽ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയ ഇസ് മോർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ചൈന. ഓക്കെ, ആവാം, ആവാതിരിക്കാം. അത് നമുക്ക് ഈ ഒരു ലോജിക്കിൽ പറയാൻ പറ്റില്ല. കാരണം ഇറിഗേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം സർഫേസിലുള്ള ഏരിയ എന്നല്ല ഇറിഗേറ്റഡ് ഏരിയയുടെ അർത്ഥം. നമ്മൾ പമ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലോട്ടേക്ക് ദൂരെ സ്ഥലത്തുനിന്ന് കനാല് വഴി വെള്ളം എത്തിക്കുന്നു. സോ അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ഏരിയ എന്താണ്? ഇറിഗേറ്റഡ് ഏരിയ ആണ്. സോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആൻഡ് ഇപ്പം നമ്മൾ അർബൻ ടൗൺഷിപ്പ്, അവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പം കുളമോ കിണറോ അരുവിയോ ഒന്നുമില്ല, ബട്ട് ഒരു പൈപ്പ് ലൈൻ വഴി അവിടെയും വെള്ളം എത്തുന്നുണ്ട്. സോ അതും ഒരു ഇറിഗേറ്റഡ് ഏരിയ ആണ്. അത് നമുക്ക് ഈ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ബട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ വെള്ളത്തിന്റെ പ്രതിസന്ധി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇറിഗേറ്റഡ് ഏരിയ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലാണെന്ന്. കാരണം അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സെലൈനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ വരുന്നത്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ആവറേജ് പ്രൊഡക്ടിവിറ്റി പെർ ഹെക്ടർ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ചൈന. അതും നമുക്കൊരു കോമൺ അവയർനെസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ചൈനയിൽ ഇന്ത്യയെ അപേക്ഷിച്ച് കൂടുതൽ ടെക്നോളജീസ് ചൈനയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറിലോട്ടേക്ക്. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. സോ എന്താ അവർക്കായിരിക്കും പ്രൊഡക്ടിവിറ്റി ഇന്ത്യയെ അപേക്ഷിച്ചിട്ട് കൂടുതലുണ്ടാവുക. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഓൺലി 1 ആണ്, 2 ഓൺലി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ആൻഡ് എ ആണ് നമ്മുടെ ആൻസർ. ആൻഡ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ പബ്ലിക് സെക്ടർ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടാണ്. വിത്ത് റെഫറൻസ് ടു ദ ഗവേണൻസ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്കിങ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇൻ ടു പബ്ലിക് സെക്ടർ ബാങ്ക്സ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. Then second one, to put the public sector banks in order, the merger of associate banks with the parent state bank of India has been effected. ഇതും നിങ്ങളൊരു ജനറൽ അവയർനെസ് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇൻ ടു ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ്. അതായത് ലാസ്റ്റ് ഡെക്കേഡിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ പബ്ലിക് സെക്ടർ ബാങ്കിലോട്ടേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അളവ്, ഒരിക്കലും കുറയുന്നില്ല. അതായത് ഇപ്പം ഒരു ഇപ്പം 2020 ഇതിപ്പോ 2080 ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ നമുക്ക് 2030 എടുക്കാം. 2030 ഇപ്പൊ ഒരു 230 crore ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഫ്യൂസ് ചെയ്യുന്നതെന്ന് കരുതുക. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ, അതായത് 2040 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഫ്യൂസ് ചെയ്യുന്നത് 240 crore ആണ്. ആൻഡ് 2050 ആവുമ്പോൾ 260 crore ആണ്. ആൻഡ് 2080 ആവുമ്പോൾ 300 crore ആണ്. അങ്ങനെ ഓരോ വർഷവും ഗവൺമെന്റ് ഇൻഫ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവരികയാണ്, സ്റ്റെഡിലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയാ, ഒബ്വിയസ്ലി ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന അളവ് കുറയാം, ചിലപ്പോൾ കൂടാം. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റൊക്കെ എടുക്കാം. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ടു പുട്ട് ദ പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഓർഡർ, ദ merger ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് ദ പാരന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ എഫക്ട്. ഇത് ആ സമയത്ത് പത്രം വായിച്ചിരിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക് അതിന്റെ ആ ഒരു മെയിൻ്റനൻസിനും ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് അസോസിയേറ്റഡ് ബാങ്ക്സിനെ അതിന്റെ പാരന്റ് ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മേർജ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇത് ആ സമയത്ത് പത്രത്തിലൊക്കെ വന്ന ന്യൂസാണ്. ആൻഡ് മേർജറും അമാൽഗമേഷനും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 ഓൺലി ആണ്. സോ ഇത്രയാണ് ഇന്നത്തെ നമുക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇത് റിവൈസ് ചെയ്യുക, പഠിക്കുക. പിന്നെ എക്കണോമിയിൽ നമുക്ക് കൂടുതൽ ഫാക്ച്വൽ ആയിട്ട് വേണ്ടത് ജനറൽ അവയർനെസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇപ്പം ഇന്ന് ചെയ്തതുപോലെ സോൾവ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.